ഹലോ ഗൈസ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയാത്ത എന്താണ്? അനീഷിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ വീഡിയോ ഇടുന്നതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ വീഡിയോസ് നിങ്ങൾ പോയി എടുത്തു നോക്കിയാൽ അറിയാം, ഞാൻ അനുമോൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വീഡിയോ ഇട്ട ഒരാളാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ അനുമോൾക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ഇട്ടത്. അപ്പം ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് അനീഷ് ഏട്ടന് വേണ്ടി വീഡിയോ ഇടുന്നു എന്ന് ചോദിച്ചാൽ അതിനോട് കുറച്ച് മറുപടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ 2 പേരാണ് മത്സരിക്കുന്നത്, അനുമോളും അതുപോലെ അനീഷും. ഈ അനുമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോളുടെ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൂടി പറയട്ടെ. നമ്മൾ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്, അത് കറക്റ്റാണ്. പക്ഷേ ഗെയിമിൻ്റെ രീതിയിൽ തന്നെ കളിക്കണം. ഫെയർ ഗെയിം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ജെനുവിനാലിറ്റി. അല്ലാണ്ട് ഫേക്കായിട്ട് നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ആ ഗെയിമിനകത്ത് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുക, അവരെ സമൂഹത്തിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം സ്ത്രീകളാണ്. അവർ തെറ്റ് ചെയ്തോ ചെയ്തില്ല, അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറം ലോകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുന്നതിനേക്കാട്ടി കഷ്ടമായിട്ടുള്ളൊരു തുല്യമാണ്. അങ്ങനെയുള്ള വ്യക്തികളെന്നൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അനുമോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അനുമോളുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കുസൃതിത്തരങ്ങൾ, പിന്നെ എന്തെങ്കിലും ഈ ടാസ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാട്ടിൻ്റെ ഡാൻസിൻ്റെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. ലക്കിലൊക്കെ രേവതിയൊക്കെ ചെയ്ത പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ രാവിലെ മോർണിംഗ് സോങ്ങിൽ എല്ലാ ദിവസവും അനീഷേട്ടൻ ആദ്യം ഡാൻസ് തുടങ്ങുമ്പോൾ അനീഷേട്ടൻ്റെ കൂടെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വരാത്തത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും മാക്സിമം ദിവസങ്ങളിലും വരുമായിരുന്നു. കാരണം എൻ്റെ മോർണിംഗ് സോങ് ഷോർട്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, അനുമോളും അനുമോളും തമ്മിൽ കളിക്കുന്ന, ഷാനുക്കായി 3 പേരും കളിക്കുന്ന മോർണിംഗ് സോങ്ങിൻ്റെ ഡാൻസാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഞാൻ പക്ഷേ വേറെ പാട്ടാണ് ഇടുന്നത്. അവരുടെ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊരു വലിയ ഒരു പോസിറ്റീവാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതൊരു പോസിറ്റീവാണ്. പക്ഷേ കിച്ചണിൽ ചേറും, കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതൊരു പോസിറ്റീവാണ്. പക്ഷേ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് മാനമര്യാദയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതൊരിക്കലും കൊടുത്തിട്ടില്ല. എപ്പോഴും അതിനകത്ത് ഒരു പോസിറ്റീവ് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി കിട്ടണം എന്നുള്ളൊരു ശാഠ്യമുണ്ട്. അത് കറക്റ്റാണ്. എല്ലാവർക്കും ഒരു 20 പേരുണ്ടെങ്കിൽ 20 പേർക്കും ഫുഡ് കിട്ടണമെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു ആവശ്യമുണ്ടല്ലോ. കാരണം ഒരാൾക്ക് കിട്ടിയില്ല എന്നുള്ളെങ്കിൽ പ്രശ്നവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ടത് ആ 20 പ്ലേറ്റും അല്ല 25 പ്ലേറ്റും എടുത്തങ്ങ് വെക്കുക. 20 പ്ലേറ്റ് അല്ലേ, അത് 21 ആയിരുന്നല്ലോ. ആ 21 പ്ലേറ്റും എടുത്ത് നിരത്തി വെക്കുക, അതിനകത്ത് വിളമ്പുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സാമാന്യ ബോധത്തിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എല്ലാ ആഴ്ചയിലും ഈ കിച്ചണകത്ത് എല്ലാ ദിവസവും അടിയാണ്. ഫുഡ് വിളമ്പുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അടി നടക്കുന്നത്? അത് ഭയങ്കരമായിട്ട് പിടിവാശിയാണ്. അനുമോൾക്ക് എപ്പോഴും അനുമോൾ തന്നെ ഫുഡ് ഉണ്ടാക്കണം, അനുമോൾക്ക് തന്നെ ഫുഡ് കൊടുക്കണം. അനുമോൾ ഒറ്റയ്ക്കല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, 5 പേര് കാണും, ഒരു ടീം 5 പേര് കാണും. അരിയുന്നതും പിടിക്കുന്നതും എല്ലാം അവരാണ്. അപ്പോൾ ഈ മുളക് പൊടിയും സാധനങ്ങളൊക്കെ ഇട്ട് ഇളക്കുന്ന ജോലികളാണ് അനുമോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ക് അനുമോൾക്ക് ഒരു പിടിവാശിയുണ്ട്. നമ്മൾ പലതവണയും കണ്ടിട്ട് ഉപ്പുമാവ് എന്തോ ഫുഡ് ഉണ്ടാക്കുന്നു, അതിനകത്ത് കയറി ആ ഒരു കിച്ചണിൻ്റെ സ്ലാബിൻ്റെ മേളിൽ കയറി ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. കാരണം ചപ്പാത്തി അവിടെ ഇട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കാല് വെച്ചിട്ട് ചവിട്ടി വെച്ചിട്ടാണ് അത് ഇളക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? അവിടെ നീളമുള്ള എത്രയോ പേരുണ്ട്. അപ്പോൾ അവരെ കയ്യിലൊന്നും കൊടുക്കാൻ താല്പര്യമില്ല. കാരണം ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ എനിക്കെല്ലാം ചെയ്യണം, ഞാൻ തന്നെ അത് ചെയ്തെങ്കിലേ ശരിയാവത്തുള്ളൂ എന്നുള്ള പിടിവാശിയാണ്. എനിക്കേ അറിയത്തുള്ളൂ, എനിക്കേ കുക്കിംഗ് അറിയത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു പിടിവാശി നമുക്ക് പല സമയത്തും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ അവിടെ ഒരു പല പ്രാവശ്യം ലാലേട്ടൻ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര നെഗറ്റീവാണ്. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളങ്ങ് മാറി, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് നിങ്ങൾ മാറും, മറ്റുള്ളവർ വിളമ്പാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കും. കാരണം 5 ടീമാണ്, ഇവർ 4-5 ആൾക്കാരാണുള്ളത്. അവരിൽ ആരെങ്കിലും ഫുഡ് വിളമ്പത്തില്ലേ? ഫുഡ് വിളമ്പി കൊടുക്കുന്നതും കൂടി ഒരു ജോലിയല്ലേ. അപ്പോൾ അത് അവർ വിളമ്പാൻ ഏൽപ്പിക്കും. എന്തിനാണ് നിങ്ങൾ വിളമ്പുന്ന ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ലാലേട്ടൻ എപ്പിസോഡ് ചോദിച്ചിട്ട് പോലും ഇവർ മാറിക്കൊടുക്കാൻ തയ്യാറല്ല. ഫുഡ് ഉണ്ടാക്കിയാൽ അവർക്ക് തന്നെ വിളമ്പി കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കുറേ ലാസ്റ്റ് വെക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു ബൗൾ, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ലൈവ്, നമ്മൾ രാത്രിയിലൊക്കെ കാണാം, അവർ മാറ്റി വെക്കുന്ന, ഒളിച്ചു വെക്കുന്ന, എന്നിട്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പ് എല്ലാവരും കൂടി അത് എടുത്തു വെച്ച് മാറ്റി വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ മോഷ്ടിച്ച് അല്ലെ കട്ട് തിന്നുക എന്നുള്ള ഉദ്ദേശത്തോടായിരിക്കാം അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഈ ലൈവ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ അല്ലെ പ്രേക്ഷകർ കാണുന്ന ലൈവ് അല്ല, അവർ ലൈവ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ റിവ്യൂ മാത്രമാണ് കണ്ടിരുന്നത്, പിന്നെ അവർ എപ്പിസോഡാണ് കാണുന്നത്. എപ്പിസോഡിൽ 1% കാണിക്കുന്നുള്ളൂ. കാരണം 24 മണിക്കൂറും
മണിക്കൂറും കാണുന്നത്. ഞാനൊക്കെ 2-3 മണിക്കൂറാണ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഉറങ്ങിയിട്ടുള്ളത് രാത്രി. കണ്ണൊക്കെ ഇങ്ങ് താന്ന് ഒരു ആകാശഗോളം പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുവാണ്. നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്ന് ഒരു ഇത്തിരി കട്ട് ചെയ്തിട്ടാണ് ഒരു മണിക്കൂറത്തെ എപ്പിസോഡ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇത് ഏതാണ് സത്യം, എന്താണ് സത്യാവസ്ഥ, ഒന്നും മനസ്സിലാവത്തില്ല. ലൈവ് കാണുന്ന നമുക്കാണ് ഇത് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര നെഗറ്റീവാണ്. പിന്നെ നമുക്ക് ഈ അനിമോളുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എപ്പോഴും ആദ്യം തന്നെ കരച്ചിലായിരുന്നു, ഫുള്ള് കരച്ചിൽ. നമുക്കങ്ങ് പ്രാന്ത് വരും. ഒരാൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് വരേണ്ടത്. പക്ഷേ അനിമോളുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ദേഷ്യമാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു നിസ്സാരമായ കാര്യങ്ങൾക്ക് കരയുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടറാണെന്ന് അവർ പറഞ്ഞു, അവരുടെ ക്യാരക്ടറാണ്. ലാലേട്ടൻ പറഞ്ഞാണ് കരച്ചിൽ കാർഡ് കീറുമെന്ന് പറഞ്ഞാണ്, വിക്ടിം കാർഡ്, കരച്ചിൽ കാർഡ് ഇതെല്ലാം കീറിക്കളയുമെന്ന് പറഞ്ഞ ലാലേട്ടനാണ്. ആ കരച്ചിൽ കാർഡ് എടുത്തു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാച്ചി ഒരു പാവയും കൊണ്ട് നടക്കുന്നു. അങ്ങനെ ഒരു പാവകളി നടത്തി. അതും നമുക്ക് ബോറടിച്ചു. കാരണം ഇതൊരു ഗെയിം ഷോ എന്ന് പറയുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ഷോയാണ്. അവിടെ ഒരു പാവയും വെച്ച് കളിക്കുന്നു. അത് ഭയങ്കര മോശമായിരുന്നു. അപ്പം അതായിരുന്നു പിന്നീടുള്ള അനിമോളുടെ കളി. പിന്നെ അതിനുശേഷം പിന്നീട് എല്ലാവരും പറഞ്ഞു അപ്പാനിയൊക്കെ പുറത്തു പോയി. പിന്നെ അനിമോൾ പല തവണയും, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പല തവണയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം ഇന്നാൾ പോവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക, ആ മൈജു മാരുതി കോർണറിൻ്റെ ഇപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ വന്നിന്ന് മിക്കവാറും പറയും ആരെങ്കിലും പോവും എന്ന് പറയുന്നവർ ആ ആഴ്ച പോയിരിക്കും. ജിസേലിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ജിസേൽ പോവും എന്ന് പറഞ്ഞപ്പോൾ ജിസേൽ പോയി. അപ്പോൾ ഇവിടെ PR ടീമിനെ വെച്ചിരിക്കുവാണ്. അതും കാശ് കൊടുത്താണ് വോട്ട് ചെയ്യിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു എന്താ പറയുക ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിട്ട് ഇവരുടെ ഇപ്പം നമ്മൾ ചെയ്യുമല്ലോ പാട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ വീഡിയോ പറയുന്നില്ലേ, അപ്പോൾ ആ പറയുന്നത് ഓരോരോ അതിൻ്റെ ഇമേജ് ഫോട്ടോ എടുത്തിട്ടല്ലേ, സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം എടുക്കും, വീഡിയോയിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറേ കമൻറ്റ് വന്നു എൻ്റെ ഇൻബോക്സിലൊക്കെ വന്നു, ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അഡ്വക്കേറ്റ് അനഘ എന്നാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെയും ഞാൻ കുറച്ച് 3-4 ദിവസമായിട്ട് അവിടെയും വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അഡ്വക്കേറ്റ് അനഘ എന്നടിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പോൾ അവിടെ എന്നിട്ട് അതിനകത്ത് വന്നപ്പോൾ ഞാൻ അറിയുന്നത് ഈ വോട്ട് ഇതണക്കൊരു ക്ലിപ്പിങ്സ് വന്നപ്പോഴാണ് ഈ അനിമോളുടെ PR ആണ് വിനു എന്ന് പറയുന്ന ആളും. അത് നമ്മൾ കുറേ ദിവസമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ അവന് കറക്റ്റായിട്ട് പറയുകയാണ് കാശ് കൊടുത്ത് 100-200 ആൾക്കാരുടെ വോട്ട് വാങ്ങിക്കുവാണ്. അപ്പോൾ എത്ര വോട്ട് വേണമെങ്കിലും അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ഈ ജനങ്ങളെന്ത് പൊട്ടന്മാർ, ഇവർ ഷോ നടത്തുന്ന ആൾക്കാർ ഇത് കാണൂല്ലേ? തീർച്ചയായിട്ടും അവരറിയും. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടത്താൻ സമ്മതിക്കില്ല. കാരണം ഇത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുമല്ലേ. PR കൊടുത്തിട്ട് പണം വാങ്ങിച്ചിട്ട് വേറെ ആൾക്കാർ വഴി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഹോട്ട്സ്റ്റാറുമാക്കി നമ്മൾ ഈ TV കണ്ടിരിക്കുന്നത് നമ്മളാരെ മന്ദബുദ്ധികളോ? അപ്പോൾ PR ജയിക്കുമോ ജനങ്ങൾ ജയിക്കുമോ? കാണുന്ന പ്രേക്ഷകനല്ലേ വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രേക്ഷകന് പകരമായിട്ട് കുറേ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അവർ അതും പരസ്യമായിട്ട് പറയുകയാണ്. അനിമോൾ പരസ്യമായിട്ട് പറയുകയാണ് ഞാൻ PR കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന ആൾക്കാരാണ് PR കൊടുത്തേക്കുന്നത്, ഇന്ന ആൾക്കാർ കൊടുത്തിരിക്കുന്ന ആ PRന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ആ PR വന്ന് പബ്ലിക്കിൽ വന്ന് പറയുകയാണ് ഞാനാണ് ഇവരുടെ PR ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വോട്ട് ചോദിക്കുന്ന ഇതേ കണക്കുള്ള വോട്ടാണ്. അപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വോട്ട് വേണമെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുന്നതിൻ്റെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ഇവരെന്താ വിചാരിക്കുന്നത്, ഈ ഷോ നടത്തുന്നവർ മന്ദബുദ്ധികളാണെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും അനിമോളെ അവർ റിജക്റ്റ് ചെയ്യും. അനിമോൾക്ക് ഇനി എത്ര വോട്ട് കിട്ടിയാലും അനിമോൾക്ക് 1ാം സ്ഥാനം കിട്ടില്ല, 100% ഉറപ്പാണ്. അത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും, 100% ഉറപ്പല്ലേ. കാരണം ഇതൊരു വലിയ ഷോയാണ്, 7ാമത്തെ സീസണാണ്. ഈ PR എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കുന്നെങ്കിലും ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ഈ ഷോയ്ക്കുള്ളിലിരുന്ന് പറയുന്ന ആദ്യമായിട്ടാണ്. ഈ ഷോയിലിരുന്ന് പറയുന്ന ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ എനിക്ക് പറയാൻ പോകുന്നത് ഇന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യം അനിമോളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം അവിടെ ക്യാരക്ടർ അസാസിനേഷനാണ് അനിമോൾ നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപാട് പെൺപിള്ളേരുടെ, ശൈത്യയുടെ ആയാലും ബിൻസിയുടെ ആയാലും ഒരുപാട് കാര്യങ്ങളാണ് അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് അവരെ സൈബർ അറ്റാക്കിന് വിധേയരാക്കി എന്നുള്ളതാണ്. അതുപോലെ ജിസേൽ ആരിൻ്റെ പ്രശ്നവും, പിന്നെ അതേ കണക്ക് ഈ കാണുന്ന ആമ്പിള്ളേരോടെല്ലാം ക്രഷ് പിടിപ്പും കോംബോ പിടിക്കാനുള്ള ഒരു പുറപ്പാടും, ഇതൊക്കെ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെയാണ്. ഒരു ക്യാരക്ടർ ഒന്ന് ചിന്തിച്ചു നോക്കേ, ഇത് എന്ത് തരത്തിലുള്ള ഒരു ഗെയിം ആയാലും
ഇത് ഈ ഗെയിം എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുക? കാണുന്ന ആൺപിള്ളേർ ഇപ്പം ആര്യനുമായിട്ട് ക്രഷ് ഉണ്ട്, എനിക്ക് ആദ്യമായിട്ട് ക്രഷ് തോന്നിയത് ആര്യനെയാണെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ കോംബോ പിടിക്കാനായിട്ട് അനുമോൾ തന്നെ ഇത് നമ്മളാരും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ അനുമോൾ പ്രവീൺ വന്ന് കയറിയപ്പോഴാണ് പറയുന്നത്, പ്രവീൺ കോംബോ നമ്മൾ തമ്മിലൊരു ലവ് ട്രാക്ക് പിടിക്കാൻ കോംബോ പിടിക്കാൻ നോക്കിയതാണ്, അപ്പോഴത്തേക്ക് നിന്നെ എടുത്ത് ജനങ്ങൾ പുറത്ത് കളഞ്ഞെന്ന്. അതിനുശേഷം പിന്നീട് അടുത്തത് ആരെയാണ് കോംബോ പിടിക്കാൻ നോക്കിയത്? പിന്നെ ആര്യനെ നോക്കി, പിന്നെ ഇവനെ നോക്കി, പ്രവീണിനെ നോക്കി. പിന്നെ അവർ കോംബോ എന്ന് പറയുന്ന പട്ടാ ഗേൾസ് എന്നും പറഞ്ഞ ആ പിള്ളേരെ കൂടി അവർ പിണങ്ങിയപ്പോഴത്തേക്ക്, അവർ പിണങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി ഇവിടെ അനീഷുമായിട്ട് കോംബോ പിടിക്കാൻ വേണ്ടി. പാവപ്പെട്ട അനീഷിന് ഈ കോംബോ കീംബോ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് അവൻ വിചാരിച്ച് റിയൽ ആയിരിക്കും, അവൻ കയറി പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ കറക്റ്റ് സ്വഭാവം എക്സ്പോസ്ഡ് ആയത്. വൃത്തികെട്ട ഈ ക്യാരക്ടർ എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഈ അപ്പാനിയുടെയും അതുപോലെ തന്നെ ബിൻസിയെയും കുറിച്ച് വീണ്ടും ഇന്നും ഒരു പരാമർശം നടത്തുവാണ്. അവർ ഒരു പ്ലേറ്റിൽ നിന്നാണ് മിക്കവാറും ഭക്ഷണം കഴിക്കുന്നത്. പുള്ളി കഴിച്ചാലേ അവൾ കഴിക്കൂ. എന്തൊരു വൃത്തികേടാണ്. അപ്പാനിക്കൊക്കെ വൈഫും 2-3 കുട്ടികളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും അപ്പാനിയെ നെഗറ്റീവ് ആക്കുകയാണ്, അപ്പാനിയും ബിൻസിയും. അപ്പം ഒരു പ്ലേറ്റിലെ ഭക്ഷണം കഴിക്കൂ, പുള്ളി കഴിച്ചാലേ അവൾ കഴിക്കൂ. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പം പറയുക, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എൻ്റെ ഫ്രണ്ടാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന്. പക്ഷേ ലൈവിൽ നമ്മൾ കണ്ടാണ് അവൾ ചിരിച്ചുകൊണ്ടല്ല പറഞ്ഞ്, 2-3 മക്കളുടെ 2 കൊച്ചുങ്ങളുടെ തന്തയെ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്നാണ് അവൾ ചോദിച്ചത്. അയ്യോ അദ്ദേഹം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അത് എനിക്ക് 2 കൊച്ചുങ്ങളുടെ തന്തയെ മാത്രമേ കിട്ടുമോ, പിന്നെ ഇവിടെ എനിക്ക് പ്രേമിക്കാൻ പറ്റിയവന്മാരൊന്നും ഇല്ല, അതും കൂടി അടിവരയിട്ട് പറഞ്ഞു. അപ്പോൾ പറയും അവൾ ചിരിച്ചുകൊണ്ടങ്ങ് പോയെന്ന്. അനിമോളാണെങ്കിൽ ചിരിച്ച് കുണുങ്ങി അവരെ വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ടേ പോകത്തുള്ളൂ. സ്വന്തമായിട്ട് അത് ചെയ്തിട്ടാണ്. എന്നിട്ട് പിന്നെ പറയുവാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ ആ എപ്പിസോഡിൽ കണ്ടവർക്ക് അറിയാം, പോകുന്ന വഴിക്കൊക്കെ അവർ ഹഗ് ചെയ്യുമെന്ന്. അവർ പോണ വഴിക്കൊക്കെ ഹഗ് ചെയ്യും, കിസ് ചെയ്യും. അവർ പലതവണ കിസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ പോകാൻ നേരത്ത് ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം ഹഗ്ഗും ചെയ്യുന്നത്, പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് കിസ് ചെയ്തു എന്ന്. അപ്പോൾ ഈ അനിമോൾ ഇത്രയും ആണുങ്ങളെ ഹഗ് ചെയ്യുന്നതോ? ഇന്ന് തന്നെ എത്രയോ ആൾക്കാരെ ഹഗ് ചെയ്തു. ഇന്ന് വന്ന ആണുങ്ങളെല്ലാം ഹഗ് ചെയ്തില്ലേ? അപ്പോൾ ഹഗ് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് എന്തിനാണ്? അത് ഒരു സ്ത്രീയെ അതും വെച്ചിട്ട് കൂട്ടിച്ചേർത്ത് അപ്പാനിയും ബിൻസിയും കൂടി ഇന്ന് എപ്പിസോഡിൽ നമ്മളെ കാണിച്ചതാണ്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. ഇതെല്ലാ പ്രശ്നങ്ങളും ഇന്നലെ രാത്രി കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇത് ആരോടാണ് പറയുന്നത്? നമ്മുടെ മസ്താനിയോട് പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ അനിമോളുടെ കാര്യം. തിരിച്ച് ഞാനൊന്ന് പറയട്ടെ. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ, നമ്മളെ കപ്പിന് വേണ്ടി മത്സരിക്കുന്ന ആളെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. അയാളെ സംബന്ധിച്ച് ഒരു വ്യക്തികളെ പോലും വ്യക്തിഹത്യ ചെയ്യാത്തവനാണ്. സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരുത്തൻ. അത് കണക്ക് ഗ്രൂപ്പ് കളിയുണ്ടോ? ഒരു ഗ്രൂപ്പും കളിക്കാത്തവൻ. സ്വന്തം നിലപാടുകൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ മടിയില്ലാത്തവൻ. പേഴ്സണൽ ഗ്രഡ്ജേ ഇല്ല. ഒരാളോട് പോലും ഒരു കാര്യത്തിനും പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കുന്ന, പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല അയാൾക്ക്. അയാൾ ഗെയിം കളിച്ചാൽ ആ ഗെയിം സ്പിരിറ്റ്, ആ ഗെയിം കഴിയുമ്പോൾ ആ ഗെയിമിൻ്റെ എന്ത് വന്നാലും, മുറിവ് വന്നാലും എന്തും തന്നെയായാലും ഗെയിം സ്പിരിറ്റോട് കാണുക. പിന്നെ അതിനെക്കുറിച്ച് അയാൾ സംസാരിക്കുന്ന പോലുമില്ല. നമ്മൾ 1ാമത്തെ ദിവസം തൊട്ട് ഈ 96ാമത്തെ ദിവസം വരെ കാണുന്ന കാര്യമാണ്. പിന്നെ ആർക്കെന്ത് പ്രശ്നം വന്നാലും ഇടപെട്ട് അവരെ പോയി സമാധാനിപ്പിക്കും. ഒരു 10 മിനിറ്റ് എന്തെങ്കിലും വഴക്കിട്ടാൽ തന്നെ 10 മിനിറ്റ് അവരുടെ കൂടെ പോയിരുന്ന കാര്യം ചോദിക്കും. പിന്നെ ആരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരുടെ ഇടയിൽ കയറി ആ വഴക്കിനെ ഒഴിവാക്കാൻ, ആ വഴക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ എന്ത് ഡ്യൂട്ടി കൊടുത്താലും, ഏത് ഡ്യൂട്ടി കൊടുത്താലും അത് കൃത്യമായിട്ട് ചെയ്യും. ഇന്ന് വരെ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് മാറി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അയാൾക്ക് കൊടുക്കാത്ത ഡ്യൂട്ടി, കിച്ചണിലാണെങ്കിൽ അയാൾ കിച്ചണിൽ അല്ല എങ്കിൽ വേറെ ഡ്യൂട്ടി ആണെങ്കിൽ അയാൾ കിച്ചണിൽ പോയി അവരെല്ലാം വെറുതെ നിൽക്കത്തില്ല, കിച്ചണിൽ പോയി അവരെ സഹായിക്കും. സഹായം വേണമെന്ന് ചോദിക്കും. അതൊക്കെ വളരെ വലിയ ക്വാളിറ്റിയാണ്, ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ്. അയാളുടെ നെഗറ്റീവ് എന്തായി നമ്മൾ കണ്ടത്? അയാൾക്ക് ഒരു നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റുമോ? അതെനിക്കയാൾ രാവിലെ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉണർന്ന് രാവിലെ മോർണിംഗ് സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലൈവിൽ കാണുന്നത്. എല്ലാ ദിവസവും ഒരു 6:30 മണിയാകുമ്പോഴത്തേക്ക് പുള്ളി എഴുന്നേറ്റ് വന്ന് ഫ്രഷായി അവിടെ മോർണിംഗ് സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ മോർണിംഗ് സോങ് എത്ര സ്ട്രോങ് ആയിട്ടാണ്, എത്ര എനർജിയായിട്ടാണ് കളിക്കുന്നത്. അതുപോലെ അയാളെ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയാമോ? അയാളെ പരദൂഷണം, മറ്റുള്ളവരെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടുണ്ടോ? പരദൂഷണം, വേറൊരിടത്തിൻ്റെ ദൂഷണം പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലിപ്പിങ്സ്, ഒരു വാക്കും, അയാളുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് പറയാമോ?
അതേപോലെ അയാളെ എല്ലാവരും എല്ലാ കണ്ടസ്റ്റിനും പറഞ്ഞു ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പോലും ഇല്ലെന്ന്. അയാളുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും അയാൾ വേറെ ആളടുത്ത് പറയത്തില്ല. അതുപോലെ തന്നെ അയാളെപ്പോലെ സത്യസന്ധരായ ഒരാൾ പോലും ഇല്ല. ഇത്രയും ഭക്ഷണം അയാൾ ഇരിക്കുന്ന കണ്ടില്ലേ, അയാൾ വന്ന വരവും ഇപ്പോഴത്തെ വരവും കണ്ടില്ലേ, അയാളെ എന്ന് പറഞ്ഞാൽ ഇല്ല മെലിഞ്ഞൊട്ടി ഒരു പരുവുമായി. കാരണം കിട്ടുന്ന ഭക്ഷണം അയാളെ സമയത്ത് ഒരു 11:30 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അയാൾക്ക് രാത്രി വേറെ ഭക്ഷണമില്ല. അതുപോലെ തന്നെ ഷാനവാസൊക്കെ അതുപോലെ കേട്ടോ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അയാൾ മോഷ്ടിച്ച് തിന്നിയോ അല്ലെങ്കിൽ കട്ട് തിന്നിയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് അവർ രണ്ടുപേരും കോലമായി, സത്യം പറയില്ല ഒരു ഭയങ്കര കോലമായി. അപ്പോൾ അത്ര മാത്രം ഈ ഒരു ഗെയിമിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇത്ര നന്നായിട്ട് വൃത്തിയായിട്ട് ഗെയിം കളിച്ച വേറെ ഏത് വ്യക്തിയാണ് അവിടെ ഉള്ളത്? അപ്പോൾ ആർക്കാണ് അർഹത? അനിമോൾക്കാണോ പിന്നെ അനീഷിനാണോ? ആ അനീഷിനെ കുറിച്ച് ഏതെങ്കിലും ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അയാളുടെ സ്വന്തം നിലപാടുകൾ പറയേണ്ട സമയത്ത് അതേപോലെ പറഞ്ഞു. ഒരു പ്രാവശ്യം വേണ്ട 10 പ്രാവശ്യം പറഞ്ഞ്. അയാളുടെ ആ ഗെയിം കഴിയുമ്പോൾ അയാൾ മാറി. അയാൾക്ക് ആർക്കെങ്കിലും അയാളൊരു ദ്രോഹം ചെയ്തോ? ആരുടെയെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ? ആരെയെങ്കിലും മോശമായിട്ട് ഒരു തെറിവാക്ക് പ്രയോഗിച്ചോ? നമ്മൾ പിന്നെ എന്തുകൊണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതൊക്കെയല്ലേ വലിയ കാര്യം. അല്ലാണ്ട് അവിടെ പോയിട്ട് ദൂഷണം പറഞ്ഞ് അവരെ നോക്കി അവളെ പിന്നെ ഉടുപ്പ് താഴോട്ട് കിടന്ന് അപ്പോൾ അവിടെ എല്ലാ ഭാവവും കണ്ട് അവളത് കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്ന ഒരാൾ ഇന്നിപ്പം ഒരു കറുത്ത ഒരു ചുരിദാർ ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് ഒരു ഫ്രോക്ക് പോലെ സാധനം ഇട്ടുകൊണ്ട് ആ ഊഞ്ഞാലിരിക്കുന്നത് എല്ലാവരും ലൈവിൽ നമ്മൾ കണ്ടതാണ്. ഈ പിന്നെ അനിമോളുടെ എല്ലാം അല്ലേ കാണുമല്ലേ, അനിമോളുടെ ക്ലീനേജ് മുഴുവൻ കാണുമല്ലേ. എൻ്റെ കയ്യിൽ ആ പിക്സൊക്കെ ഇരിക്കുവാണ്, വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുവാണ്. അപ്പം അപ്പാനി അത് ബിൻസി കാണിച്ചതാണ് പ്രശ്നം. അവളുടെ ഉടുപ്പ് താന്നു പോയി. സ്ത്രീകളല്ലേ ചിലപ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉടുപ്പ് തന്നു. നമുക്ക് അനിമോളെ അങ്ങനെ അനിമോളെ എത്രയോ പ്രാവശ്യമാണ് കാണിച്ചിരുന്നത്. ലൈവിൽ എത്രയോ നേരമാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് ക്യാമറ പിടിച്ച് കാണിച്ചേക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തി ആരെയും ദുഷിക്കാൻ എന്തും വരട്ടെ, പിന്നെ സൈബർ അറ്റാക്കല്ല എന്ത് വന്നാൽ എന്താണ്, എൻ്റെ ഗെയിമാണിത്, എന്ത് ഫേക്കും ഞാനിവിടെ കളിക്കും, എന്ത് ഡ്രാമയും കാണിക്കും, എന്ത് പ്രേമ നാടകവും ചെയ്യും, എന്ത് കരച്ചിൽ നാടകവും ചെയ്യും, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് കപ്പ് കിട്ടണം, എനിക്ക് അവിടെ PR ഉണ്ട്, എന്നാലും ഞാനിവിടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടണ്ടേ, ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയുന്ന ഒരു വ്യക്തി, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി, ഫുള്ള് ഫേക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? സത്യസന്ധനായിട്ട് നിന്ന് റിയൽ ഗെയിം കളിച്ച ഒരു പാവപ്പെട്ട സാധാരണക്കാരനെ ഒരു മനുഷ്യനെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ പറ, കേൾക്കുന്നവർ പറ. അയാളെ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ഒരു നെഗറ്റീവ് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? രാവിലെ എഴുന്നേറ്റ് അയാൾ സ്റ്റോർ റൂമിൽ ഓടുന്ന ഇവർ ഹൗസ് മേറ്റ്സ് കണ്ടെത്തിയ നെഗറ്റീവാണ്. എല്ലാവർക്കും അയാൾ ബാറ്ററി എടുത്തുകൊണ്ട് കൊടുക്കുന്നു, അയാൾ അതുപോലെ എല്ലാവർക്കും മെഡിസിൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അതങ്ങാണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു. ഇതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കുന്നവരുമില്ല. ആര് കാണുന്ന ലൈവ് കാണുന്ന നമ്മളല്ലേ കാണുന്നുള്ളൂ. ഇതൊക്കെ എപ്പിസോഡിൽ അങ്ങോട്ട് കാണിക്കുന്നു. അയാൾ ബാറ്ററി എടുക്കുന്നതും ഇയാൾ പിന്നെ മരുന്ന് എടുത്തു കൊടുക്കുന്ന എപ്പിസോഡിൽ എവിടെയത് എപ്പിസോഡിൽ കാണിക്കുന്നത്? അതയാളുടെ ഹ്യൂമാനിറ്റിയാണ്. അതയാളുടെ ഹ്യൂമാനിറ്റി. അതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടിട്ടാണ് നമുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. അല്ലാണ്ട് നമുക്കെന്ത് പ്രാന്ത? പിന്നെ ഈ നമ്മുടെ കൂലിയും നമ്മുടെ വേലയും നമ്മുടെ പ്രൊഫഷനും എടുത്തു വെച്ച് മാറ്റി വെച്ചിട്ട് ഈ ബിഗ് ബോസിന് വേണ്ടി 100 ദിവസം മാറ്റി വെച്ചിട്ട് ഒരുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ 3-4 ആഴ്ച കൊണ്ടേ. നമ്മളൊരാളിൻ്റെ ഗെയിം കണ്ടിട്ടാണ്. ഇവനെന്തോ നമുക്ക് മുൻപരിചയമുണ്ടോ? നമ്മുടെ മച്ചാനോ മാമായോ മാമൻ്റെ മോനോ ഒന്നും അല്ലല്ലോ. നമ്മളൊരു ഗെയിം, ഇയാളുടെ ഗെയിം കണ്ടു. കണ്ടിട്ട് ഈ അനിമോളെ സംബന്ധിച്ച് അനിമോൾ സെലിബ്രിറ്റിയാണ്. അനിമോളെ എല്ലാവർക്കും പരിചയമുണ്ട്. അനിമോളുടെ സ്വഭാവമാണ്, പുറത്തുള്ള സ്വഭാവമാണ് അകത്ത് പുറത്തുള്ള സ്വഭാവം ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ 10 ദിവസം കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് വരുന്നത്. ഇതായിരിക്കും ഇവരുടെ ക്യാരക്ടർ, ഞാനെന്ന ഭാവം. പിന്നെ അതേണക്ക് എന്ത് ചെയ്താലും വിളിച്ചു പറച്ചിൽ. കിച്ചണിൽ ജോലി ചെയ്താൽ ഞാൻ വെച്ച് വിളമ്പി തരുന്നു. അതേപോലെ തന്നെ വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നതും. ചേച്ചിയുടെ വീടിന് ലോൺ എടുത്തതിന് നമ്മളെന്താ വേണം? ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്തു 30 ലക്ഷം രൂപ. അവർ ഗവൺമെൻറ് എംപ്ലോയി, അവർ ആ ഗവൺമെൻറ് ജോലി വെച്ചിട്ടാണ് അവർ ലോൺ എടുത്തിരിക്കുന്നത് 30 ലക്ഷം രൂപ. അതിന് നമ്മളെന്താ വേണം? നാട്ടുകാർ ഇവർക്ക് ആരിനാട് സ്വന്തം വീടില്ലേ? അവിടെ മുകളിലത്തെ നിലം പണിഞ്ഞു കൊടുത്തു. അവിടെ 2 നില വീടാണ്. ചേച്ചിക്ക് ഇവിടെ വീട് വെച്ച കടം കൊടുപ്പോൾ എന്തോ അതിൻ്റെ കടമുണ്ട്, എനിക്ക് അച്ഛന് സർജറി ഉണ്ട് എന്ന് പറഞ്ഞാൽ പാരാദൂരങ്ങൾ ജനങ്ങളെ ഞാൻ ഇങ്ങ് ദാരിദ്ര്യത്തിൽ കിടക്കുവാണ്, പാരാദൂരങ്ങൾ പറഞ്ഞ് പിന്നെ വോട്ട് വാങ്ങിക്കാൻ നോക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ജാതി പറഞ്ഞ് വോട്ട് വാങ്ങിക്കാൻ നോക്കുന്നു. ഞാൻ ഒരു പിന്നെ അവിടെ എടുത്തു വെച്ചേക്കുന്ന ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട എന്തൊരു നാണക്കേട്. ഈഴവ സമുദായത്തിൽപ്പെട്ട അനിമോൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെയല്ല ജാതി ചോദിച്ച് വോട്ട് വാങ്ങിക്കുക. സത്യം നമ്മൾ സങ്കടം വരുവാണ്. ഈ സ്ത്രീക്ക് വേണ്ടിയാണല്ലോ 10-80 ദിവസം ഞാൻ വീഡിയോ ഇട്ടേന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം.
ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 80 ദിവസം ഞാൻ വീഡിയോ ഇട്ട് അന്ന് ആ രേണുവിനെയൊക്കെ ആ പേന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പത്തൊട്ട് നെഗറ്റീവ് എനിക്ക് ആക്കാമായിരുന്നു. പിന്നെ സമുദായത്തിൽ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന വീട്ടുകാർ കുടുംബം മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ് വോട്ടിന് വേണ്ടി. ചേച്ചി ആശുപത്രികളിൽ അവിടെ നടന്ന് വോട്ട് ചോദിക്കുന്നു. അവരുടെ പിന്നെ ഈ കൂട്ടുകാർ ചേച്ചിയുണ്ട്. ഈ വീട്ടുകാർ മുഴുവൻ വോട്ടിന് ഇറങ്ങിയിരിക്കുന്നു. എന്തൊരു നാണക്കേട്! ഇവർ അഥവാ ഇനി ജയിച്ചാൽ തന്നെ, ഈ കപ്പ് വാങ്ങിച്ചാൽ തന്നെ ഈ കപ്പ് കിട്ടത്തില്ല. കാരണം ബിഗ് ബോസ് എന്തായാലും ഒരു ഷോ നടത്തുന്ന അവർക്കറിയാമല്ലോ, ഇത്രയും PR ചെയ്തിട്ട് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി എന്താവുമെന്ന്. അതിനിപ്പോൾ എന്ത് പ്രശ്നമായാലും എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് കപ്പ് കൊടുക്കുമെന്ന്. കാരണം അനുമോൾക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഷോയ്ക്ക് തന്നെ നാണക്കേടാണ്. ഇനി ഇവർ കപ്പ് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഇവർക്ക് തന്നെ നാണക്കേടാണ്. കാശും കൊടുത്ത് വോട്ട് വാങ്ങിച്ചിട്ട് കപ്പ് വാങ്ങിച്ചുകൊണ്ട് എവിടെ വില? പിന്നെ ഫുൾ അവരുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയില്ലേ? ഇവരെന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെയും വകവയ്ക്കാത്ത അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനെന്ന ഭാവം, ഞാനങ്ങ് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എൻ്റെ വീട്ടുകാർക്കൊന്നും ഒരു കഴിവുമില്ല. എൻ്റെ ചേച്ചിക്ക് ഞാൻ വീട് വെച്ച് കൊടുത്ത്, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് ജോലിയില്ല, എൻ്റെ ചേച്ചിയുടെ മോന് സ്കൂൾ ഫീസ് കൊടുക്കുന്നു. അങ്ങ് വിളിച്ചു പോവുകയാണ്. ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പോവുകയാണ്. ഞാൻ 10 പേർക്ക് ഊണ് കൊടുത്തായിരുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങ് വിളിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള ഒരാളിനാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ലവ് ട്രാക്ക് പിടിച്ചും കരച്ചിൽ കാർഡ് ഇറക്കിയും ഡ്രാമ കാണിച്ചും പ്രേമനാടകങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഈ വ്യക്തിക്കൊക്കെ എങ്ങനെ കപ്പ് കിട്ടിയാൽ തന്നെ നമ്മൾ പിന്നെ ബിഗ് ബോസ് ഷോ കാണണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ജയിക്കണം. പ്രേക്ഷകരായ ജനങ്ങളാണല്ലോ പ്രേക്ഷകർ ജയിക്കണോ? അത് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന PR ടീം ജയിക്കണോ? കാശ് കൊടുത്ത് വോട്ട് വാങ്ങിയ PR ടീമും ജനങ്ങളും തമ്മിലുള്ള മത്സരമായി മാറിയത്. ഇത് അനീഷും അനുമോളും തമ്മിലുള്ള മത്സരമല്ല. കാശ് കൊടുത്ത PR ടീമും അതുപോലെ ജനങ്ങളും ഇപ്പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകരും തമ്മിലുള്ള മത്സരമായി മാറി. അവരിൽ ആര് ജയിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളെല്ലാവരും പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ആര് ജയിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. സത്യസന്ധനായിട്ട് റിയൽ മനുഷ്യനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗെയിം കളിച്ച അനീഷ് ജയിക്കണോ? പ്രേമ നാടകം കളിച്ച് കരച്ചിൽ ഡ്രാമ ഇറക്കി പ്രേമ നാടകം ഉണ്ടാക്കി ലവ് കോംബോ പിടിക്കാൻ ശ്രമിച്ച് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ PR കൊടുത്ത് വോട്ട് വാങ്ങിച്ച്, PR വെറുതെ കൊടുക്കുകയല്ല, PR കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നു തന്നെയാണ് വിളിച്ചു പറഞ്ഞേക്കുന്നത്. ഞാൻ അതാണ് വീഡിയോ ഇട്ടേക്കുന്നത്, എൻ്റെ പിന്നെ ഷോർട്ട് വീഡിയോയും മറ്റേ വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന PR വിനു എന്ന് പറയുന്നവനാണ് വന്ന് പറഞ്ഞേക്കുന്നത് ഞാനാണ് PR.